ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് സ്ഥിരീകരണവുമായി VSSയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം 1998 പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞെന്ന് കണ്ടെത്തൽ റിപ്പോർട്ട് SIT നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ശബരിമലയിൽ വൻ സ്വർണ്ണക്കൊള്ള നടന്നതായി സ്ഥിരീകരിച്ച VSSC നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം പുറത്തുവന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള സ്ഥിരീകരണം വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് VSSC എത്തി നിൽക്കുന്നത്. വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് നൽകിയ സ്വർണം പൊതിഞ്ഞ പാളിയും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തിരിച്ചു കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയും തമ്മിലുള്ള താരതമ്യ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരുന്ന സ്വർണ്ണപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണത്തിന്റെ വ്യത്യാസം നല്ലതുപോലെ വന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുമാണ് VSSCയുടേത്. ഈ റിപ്പോർട്ട് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് വെള്ളിയാഴ്ചയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ VSSC സമർപ്പിച്ചത്. അത് മുദ്രവെച്ച കവറിലാണ് സമർപ്പിച്ചിരുന്നത്. അത് SITക്ക് കൊല്ലം വിജിലൻസ് കോടതി കൈമാറിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും ചേർത്ത് അതല്ലെങ്കിൽ അന്വേഷണത്തിൽ ഇനി കൂടുതൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളുടെ വിവരങ്ങളും ചേർത്ത് SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ വഴിത്തിരിവാകുന്ന ഒരു റിപ്പോർട്ടാണ് അതല്ലെങ്കിൽ റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ തലവൻ ADGP H വെങ്കടേഷാണ് നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ദ്വാരപാലക ശില്പത്തിലും സ്വർണ്ണപ്പാളിയിലും തൂക്കത്തിലും അളവിലും വ്യത്യാസം വന്നിട്ടുണ്ട്, സ്വർണത്തിന്റെ അളവിലും വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തൽ. എന്തായാലും ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പോറ്റി കൊണ്ടുപോയിട്ടുള്ള കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പത്തിലുമാണ് സ്വർണത്തിന്റെ തൂക്കവും അളവും അനുസരിച്ച് വ്യത്യാസം വന്നിട്ടുള്ളത്. ആ കണ്ടെത്തലാണ് ഇപ്പോൾ VSSC നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കും. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ സംശയമുണ്ടെന്ന് കെ മുരളീധരൻ. പഴയ സംഭവങ്ങൾ പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമം നടക്കുന്നു, മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നു. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം, അത് കോടതിയുടെ നിയന്ത്രണത്തിലാകണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട്. 2019 സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയുമ്പോൾ 2017 പോകുമ്പോൾ ഞങ്ങൾക്കൊരു കേസ് അന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്കൊരു വിരോധമില്ല. പക്ഷേ അതിൻ്റെ മറവിൽ 2019 സ്വർണ്ണക്കൊള്ള നടത്തിയത് രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇപ്പോൾ SITയെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് സംശയമുണ്ട്. ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം SITയുടെ മേലെ സർക്കാർ സംവിധാനങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത് കടകംപള്ളി ഉൾപ്പെടെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയമുണ്ട്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം, പക്ഷേ അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലായിരിക്കും. എല്ലാ കുറ്റവും തന്ത്രിയിൽ വെച്ച് കെട്ടി മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. ശബരിമലയിൽ നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണം, തന്ത്രിയെ സംബന്ധിച്ച അഭിപ്രായമില്ല, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും രാജീവ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം ശരിയായ ദിശയിലെന്നാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രതികരണം. തന്ത്രി ദൈവത്തിന് തുല്യമല്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഇവിടെ ഇതുപോലുള്ള ഒരു ജനങ്ങളാണോ രാഷ്ട്രീയക്കാരാണോ ശിക്ഷിക്കുന്നത്, ആളുകളെ കണ്ടുപിടിക്കുന്നത്? അതല്ല. അത് ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുണ്ട്, കോടതിയുണ്ട്. ആ കോടതിയും ഗവൺമെൻറ് സംവിധാനങ്ങളും ന്യായമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് കണ്ടുപിടിക്കട്ടെ, ആരാണേലും കണ്ടുപിടിക്കട്ടെ. ഞങ്ങളത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ആരാണേലും കണ്ടുപിടിക്കണം, കർശനമായ ശിക്ഷ കൊടുക്കണം, ഈ തൊണ്ടി മുതലെല്ലാം ഈടാക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ അത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ ശരിയാ, നമുക്ക് പറയാൻ അവകാശമുണ്ട്. അത് പോരാ, ഇത് പോരാ. ഞങ്ങളുടെ നോട്ടത്തിലതില്ല. അത് ശരിയാവണ്ണം കാര്യങ്ങൾ പോകുന്നുണ്ട്. പ്രത്യേകിച്ചും കോടതിയുടെ ഇടപെടൽ കൊണ്ട് വളരെ ശക്തമായിട്ട് അത് പോകുന്നുണ്ടെന്നുള്ള അഭിപ്രായം. അത് വരട്ടെ, അതിൻ്റെ അവരും വരട്ടെ. അതിന് തന്ത്രി ആയാലും കൊള്ളാം, മന്ത്രി ആയാലും കൊള്ളാം, ആരായാലും. നമ്മളെപ്പോലെ തന്നെ മെച്ചയും മാംസമൊക്കെ ഉള്ള ആളുകളാണ്. അവർക്കും ചിന്താഗതിയൊക്കെ ഉണ്ട്. അതാ ഇതിനു മുമ്പ് അങ്ങനെ പരാതി ഉണ്ടാകില്ല. ഒരു ഇദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരൻ്റെ പേരിൽ ഉണ്ടായില്ല എറണാകുളത്ത്.
സ്ത്രീ വിഷയം സംബന്ധിച്ച് അത് വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയല്ലായിരുന്നു. അതുകൊണ്ട് തന്ത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് തുല്യനാണെന്നും ആരും വിചാരിക്കുന്നു. അത് അവർക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമെന്ന് കരുതിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.